ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 7 മണിക്കാണ്. അപ്പം ഞാനാണെങ്കിൽ രാത്രി 7:15 ആ ഒരു മണിക്കാട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ടിങ്ങനെ ഞാൻ കാണുന്ന കുറച്ച് വ്ളോഗുകളുണ്ട്. അപ്പം ആ വ്ളോഗുകളും പിന്നെ സിനിമയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞേക്കുന്നത് ഒന്ന് കോഴഞ്ചേരിക്കും ഒന്ന് മാവേലിക്കരയ്ക്കുമാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞേക്കുന്നത് എന്നെ പഠിപ്പിച്ചൊരു മിസ്സിനാട്ടോ ഞാൻ അയക്കുന്നത്. അതൊരു ഫ്ലോട്ടിംഗ് നെക്ലസ് ആട്ടോ. ആ ഒരു ഫ്ലോട്ടിംഗ് 2 ലെയർ വരുന്നൊരു മാലയാണത്. അപ്പം ആ മാലയും അതിൻ്റെ കൂടെ ഒരു സ്റ്റഡും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ മാവേലിക്കരയ്ക്ക് അയക്കുന്നത് നമ്മൾ അഗേറ്റ് സ്റ്റോൺ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പം എല്ലാം ഞാനിങ്ങനെ നേരത്തെ എൻ്റെ കയ്യിൽ കവറൊന്നും പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ കവറുള്ളത് കൊണ്ട് കവറിനകത്താക്കിയാണ് ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് അമ്മയാണ് എൻ്റെ ഹെൽപ്പർ എന്ന് പറയുന്നത്. അപ്പം അമ്മയും പപ്പയും എല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ഒറ്റയ്ക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൂടെ ആരെങ്കിലും നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓർഡറുകളെല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഫേസ്ബുക്ക് ഒന്നും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ആണെങ്കിലും ഞാനാണെങ്കിൽ രാവിലെ ഒരു 11 മണി ഞാൻ 10 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിയായിരുന്നേ. എന്നിട്ട് ഞാൻ 11 മണി ആയപ്പോൾ എണീറ്റ് ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു മരണവാർത്തയാണ് ഞാൻ ജസ്റ്റ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നി. എന്തിനാണ് ആൾക്കാരിങ്ങനെ ചെയ്യുന്നത്? കാരണം ഒന്നും നമ്മൾ വെച്ചപ്പം ഇപ്പം നമുക്ക് അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മരിക്കുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ ഒന്നും ആ ഒരു മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ആ ഒരു പെട്ടെന്നുള്ള മരണമെന്ന് പറയുന്നത് ഭയങ്കര ഒരിതല്ലേ. അപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ എന്തൊരു വിഷമമായിരിക്കും. അപ്പം കേസൊക്കെ നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു നെഗറ്റീവ് സമൂഹത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്തായാലും നടന്നു. ഇനി അതുപോലത്തെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പം എന്താണ് ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ അപ്പം ആ ഒരു ഇപ്പം എന്നെ പഠിപ്പിച്ച ആ ഒരു മിസ്സിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, പെൺകുട്ടിയാട്ടോ. അപ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്ലിപ്പ്, ഒരു കൊച്ചു കുഞ്ഞാട്ടോ. അപ്പോൾ കുഞ്ഞിന് ചെറിയൊരു ക്ലിപ്പ് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ നേരത്തെ ആ ഒരു ക്ലിപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ളൊരു ക്ലിപ്പാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന ക്ലിപ്പുകളെല്ലാം ഇപ്പം തീർന്നു. പിന്നെ ഇപ്പോൾ അടുത്ത സ്റ്റോക്ക് ഞാൻ ഇനി ഉണ്ടാക്കി എടുക്കണം ഇനി. അപ്പം ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്ളോഗുകളൊക്കെ ഇങ്ങനെ ഞാൻ കാണുന്ന കുറച്ച് വ്ളോഗ്സ് ഉണ്ട്. ഞാൻ കാണുന്ന വ്ളോഗ്സ് എന്ന് വെച്ചാൽ ജനൂസിൻ്റെ വ്ളോഗ്സ്, ഞങ്ങളിങ്ങനെയൊക്കെയാണ്, അങ്ങനെ കാണുന്ന കുറച്ച് വ്ളോഗുകളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അർച്ചനയുടെ വ്ളോഗ്സ് അതൊക്കെ ഞാൻ കാണാറുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും കോമഡി. ഞാൻ കാണുന്ന സിനിമ എന്ന് പറയുന്നത് കൂടുതലും പഴയ സിനിമകളാട്ടോ. മീൻസ് ജയറാമിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ പഴയ സിനിമകളാണ് കാണുന്നത്. അപ്പോൾ അതാണ്ട് ഒരാൾ അവിടെ ഇരുന്ന് ടെക് ട്രാവൽ കണ്ട്, എൻ്റെ അമ്മയാണെങ്കിൽ ടെക് ട്രാവലൊക്കെ കണ്ടിട്ട് അമ്മ കാണുന്ന വ്ളോഗ്സ് ആട്ടോ, ടെക് ട്രാവലിൻ്റെ വ്ളോഗ്സ്, സുജിത് ഭക്തൻ്റെ വ്ളോഗ്സ്. അപ്പം അമ്മയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, അവരവരുടെ ആ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് അവരവരുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പം പണിയും നടക്കും, വ്ളോഗും കാണും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനാണെങ്കിൽ ടിഷ്യൂ പേപ്പർ പോയി എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ അല്ലാത്ത പേപ്പർ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഞാൻ കാണുന്ന സിനിമകളെന്ന് പറഞ്ഞേക്കുന്നത് ജയറാമിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇങ്ങനെ സിനിമകളാട്ടോ. പണ്ടത്തെ സിനിമകളുണ്ടല്ലോ, മറ്റേ CIDയുടെ ആ ഒരു അക്കരെ അക്കരെ, അങ്ങനത്തെ കോമഡി ആയിട്ടുള്ള സിനിമകളാട്ടോ ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം സീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉള്ള ഇപ്പോഴത്തെ പുതിയ സിനിമകൾ ഇപ്പോഴത്തെ 2018 നല്ല സിനിമയാണെന്ന്, ടോവിനോയുടെ ആ ഒരു സിനിമ നല്ലതാണെന്ന് ഒരുപാട് പേര്. അപ്പോൾ എനിക്കാണെങ്കിൽ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അപ്പോൾ നമുക്കങ്ങനെ നമുക്ക് കൂട്ടിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനങ്ങനെ തിയേറ്ററിലൊന്നും പോയി ഇപ്പം അങ്ങനെ സിനിമ. അപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ പോയി കാണുമായിരുന്നു. അപ്പം
അങ്ങനെ വീട്ടിൽ നിന്നും അങ്ങനെയൊന്നും അങ്ങനെ പണ്ടൊക്കെ പോവായിരുന്നു, ഇപ്പോഴൊന്നും അങ്ങനെ പോവാറില്ല. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു സംഭവം തീർന്നിരിക്കുക കേട്ടോ, ഈ ഒരു ടേപ്പ്. ഈ ടേപ്പിനി അടുത്തത് വാങ്ങിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്, ഇനി കുറേ സാധനങ്ങൾ ഇനി വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര തിരക്കായിട്ട്, ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ 8 മണി 7 മണി ആ ഒരു സമയത്ത് ചിലപ്പം ഞാൻ കിടന്നുറങ്ങുമായിരിക്കും. പിന്നെ രാത്രി 12 മണിക്കായിരിക്കും പിന്നെ ഇരുന്ന് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദിവസവും പല പല കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം ഞാനിപ്പം കഴിവതും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ച് വരികയാണ്. കാരണം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്ത് തുറന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തകളായിരിക്കും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസിറ്റീവ് ആക്കിയെടുക്കാൻ എന്തൊരു പാടാല്ലേ. അപ്പം നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്നുള്ളത് ഓരോ ദിവസവും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ ലൈഫ് കളയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് ഇല്ലാതാക്കാനോ ഒരു അവകാശവും നമുക്ക് നമ്മുടെ ഒരു ദൈവം തന്നിട്ടില്ല. ദൈവത്തിനാണ് ആ ഒരു അവകാശം എല്ലാം ഉള്ളത്. അപ്പം ഇന്നലത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോക്ടർ വന്ദനയുടെ, അപ്പം ആ ഒരു ഡോക്ടർ ഒരിക്കലും തീരെ പ്രതീക്ഷ കാണത്തില്ലായിരിക്കും ഈ ഒരു കേസെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു വേദനാജനകമായിട്ട്, അതിപ്പം നമുക്ക് അതിനെതിരെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം അയാൾക്ക് ഇപ്പം ചിലപ്പോൾ അയാൾ രക്ഷപ്പെടുമായിരിക്കും. കാരണം അയാൾ മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു രീതിയിൽ അയാൾ ചിലപ്പം രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ആ ഒരു പേരൻസിന് നഷ്ടപ്പെട്ടത് ആ ഒരു ജീവനല്ലേ, ആകെ ഒരൊറ്റ മോളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കൊക്കെ തുറക്കുവാണെങ്കിലും ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് വരുന്ന വാർത്തകളെല്ലാം ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയും. കാരണം അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലും ആ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ പകരുകയാണ്. അപ്പം നമുക്ക് വിഷമമുണ്ട്, വിഷമം ഇല്ലെന്നല്ല. ഇപ്പം ആ ഒരു സംഭവം ഇപ്പം ഇന്ന് ഈ ഡോക്ടർക്കാണ് ഈ സംഭവം സംഭവിച്ചതെങ്കിൽ നാളെ അത് എനിക്കായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം കാരണം നമ്മൾ മാത്രമേ അവസാനം കാണത്തുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഇപ്പം ആ ഒരു മാതാപിതാക്കൾക്ക് ആ ഒരു ഒറ്റ മോളാണ്. പിന്നെ അവർക്ക് സാമ്പത്തികം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഓരോ കേസിനും കാര്യങ്ങളും പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെയും അഭിപ്രായം. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ഇങ്ങനത്തെ വാർത്തകളെല്ലാം ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയും. അപ്പം നമ്മുടെ മനസ്സിലും അതൊരു ഭയങ്കര വിഷമമായിട്ട് വരും. കാരണം നമുക്കും അറിയത്തില്ല നാളെ നമുക്കെന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. കാരണം ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പണ്ടൊക്കെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്രയധികം ടെൻഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തലവേദന എടുക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ 2 ചൂടോടെ 2 ചപ്പാത്തിയും ബീഫ് അതും തന്നു. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ഫോണിനകത്ത് ഇങ്ങനെ ഓരോന്ന് നോക്കിയാട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഫോളോ ചെയ്യരുത് ആരും. നമ്മൾ കഴിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഫോൺ അവോയ്ഡ് ചെയ്യണം. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ എനിക്ക് ബീഫാണെങ്കിൽ എനിക്ക് അധികം ഇഷ്ടമല്ല. കാരണം ഇതിങ്ങനെ പല്ലിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറും. അതുകൊണ്ട് രാത്രി പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 9 മണി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കിടക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സോഫയിലാട്ടോ. ഈ ഒരു സോഫയിൽ കിടന്നാലേ, ഈ 2 സോഫയിൽ ഏതെങ്കിലും ഒന്നതിൽ കിടക്കും. അപ്പോൾ ഈ സോഫയിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.